ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം അതിൽ ആദ്യമായിട്ട് വരുന്നത് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 ഈ അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന പണ്ടകശാലയായിരുന്നു. അപ്പോൾ ഈ ഒരു അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് എന്നുള്ള ഒരു പണ്ടകശാലയായിരുന്നു. അടുത്ത നമുക്ക് നോക്കാം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്ന് പറയുന്നത് 1721 ഏപ്രിൽ 15 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അപ്പോൾ നമ്മൾ രണ്ട് കലാപങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്, അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697, ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15. അടുത്തത് നമുക്ക് നോക്കാം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, UP അസിസ്റ്റൻറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. അത് 2020 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പഴശ്ശി വിപ്ലവത്തെ കുറിച്ചിട്ടാണ്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ. ഈ പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത്, അതുപോലെ തന്നെ വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം. അപ്പോൾ അടുത്തത് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല. പുരളിമല എന്ന് പറയുന്നത് ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് തലശ്ശേരി താലൂക്കിൽ കേട്ടോ. അടുത്തത് പഴശ്ശിരാജയുടെ വേറൊരു പേരാണ് പുരളിശെമ്മൻ. അദ്ദേഹം അറിയപ്പെട്ടിരുന്നതാണ് പുരളിശെമ്മൻ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാൾ. കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളായിരുന്നു. അടുത്തത് കേരള സിംഹം അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരായിരുന്നു. സർദാർ KM പണിക്കരാണ് കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നായിരുന്നു കേട്ടോ. പൈച്ചി രാജ, അതുപോലെ തന്നെ കൊട്ടിയോട്ട് രാജ. അപ്പോൾ ഈ പഴശ്ശിരാജയുടെ പ്രധാനപ്പെട്ട പേരുകൾ എന്തൊക്കെയായിരുന്നു? പഴശ്ശിരാജ, പിന്നെന്താണ്, കേരള സിംഹം, പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെയായിരുന്നു. അടുത്തത് ഒന്നാം പഴശ്ശി വിപ്ലവം എന്താണെന്ന് നോക്കാം. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടമാണ് 1793 to 97. 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ഇതിൽ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പ്രനാട്ട് വീരവർമ്മയ്ക്കായിരുന്നു. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം നൽകിയത് കുറുമ്പ്രനാട്ട് വീരവർമ്മയ്ക്കായിരുന്നു. അടുത്തത് പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങളായിരുന്നു നായർ സമുദായങ്ങൾ, അതുപോലെ മാപ്പിളമാർ, ഗോത്ര ജനത. അപ്പോൾ ഈ മൂന്ന്
വിഭാഗങ്ങളായിരുന്നു പഴശ്ശിരാജയോടൊപ്പം നിന്ന് ബ്രിട്ടീഷ് കമ്പനി അല്ലെങ്കിൽ കമ്പനി സൈന്യത്തെ ശക്തമായ എതിർത്ത വിഭാഗങ്ങൾ. അടുത്തത് ഒന്നാം പഴശ്ശി കലാപത്തിൽ ഏത് നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്നും പുറത്താക്കാനായി പഴശ്ശിരാജ ശ്രമം നടത്തിയത്? ഇത് മൈസൂർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് കേട്ടോ പഴശ്ശിരാജ വയനാട്ടിൽ നിന്നും ഈ ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെ പുറത്താക്കാനായി ശ്രമം നടത്തിയത് ഈ ഒരു മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെയായിരുന്നു. അടുത്തത് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരായി നിന്നത് ചിറക്കൽ രാജാവാണ്. ഈ ഒരു ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനായിട്ട് പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവ് 1797. രണ്ടാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1800 മുതൽ 1805 വരെയാണ്. അപ്പോൾ ഈ ഒരു രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് 4-ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു കേട്ടോ. 4-ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു ഈ ഒരു രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി ആസൂത്രണം ചെയ്തത് കേണൽ ആർതർ വെല്ലസ്ലി ആയിരുന്നു കേട്ടോ. കേണൽ ആർതർ വെല്ലസ്ലി ആയിരുന്നു രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി ആസൂത്രണം ചെയ്തത്. അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമായിട്ട് പറയുന്നത്. അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ ആരൊക്കെയായിരുന്നു? കുറിച്യരും കുറുമ്പ്രരുമാണ് കേട്ടോ. കുറുമ്പ്രരുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങൾ. പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രിയായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ആയിരുന്നു പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി. പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പുനായരാണ് പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പുനായർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗറില്ലാ യുദ്ധം. ഗറില്ലാ യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര് എന്നൊക്കെ പറയാം. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചതാണ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലയ്ക്കൽ ചന്തു, അത്തൻ കുരുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളായിരുന്നു ഈ ഒരു പഴശ്ശിരാജയെ സഹായിച്ചത്. ആരൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലയ്ക്കൽ ചന്തു, അത്തൻ കുരുക്കളൊക്കെ കേട്ടോ. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലയ്ക്കൽ ചന്തു, അത്തൻ കുരുക്കൾ ഇവരൊക്കെ ആയിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. അടുത്തത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ അതിലത്തെ എടച്ചേര കുങ്കനും അതുപോലെ തന്നെ തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷമാണ് 1802. 1802 എടച്ചേന കുങ്കനും അതുപോലെ തലയ്ക്കൽ ചന്തു ഇവർ രണ്ടുപേരും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനമരം, വയനാടായിരുന്നു കേട്ടോ. വയനാട്ടിലെ പനമരം എന്ന സ്ഥലത്താണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? മലബാറിലെ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവി ബേബർ. അപ്പോൾ സബ് കളക്ടർ എന്ന് പറയുന്നത് തോമസ് ഹാർവി ബേബർ ആയിരുന്നു. അടുത്ത നോക്കാം, പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർതർ വെല്ലസ്ലി ആയിരുന്നു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ.
പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർതർ വെല്ലസ്ലി. അടുത്തത് പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച 1200 പോലീസുകാർ അടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കാർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തലശ്ശേരിയിൽ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവി ബേബർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം നിയമിച്ച 1200 പോലീസുകാർ അടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കാർ. അതായത് പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായി തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച 1200 പോലീസുകാർ അടങ്ങിയ ഒരു പ്രത്യേക സേനയാണ് കോൽക്കാർ എന്ന് പറയുന്നത്. അടുത്തത് പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30. 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ മരണമടഞ്ഞത്. കൊല്ലപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മാവിലാത്തോട് കേട്ടോ. മാവിലാത്തോട് വയനാടായിരുന്നു. വയനാട് മാവിലാത്തോടിൽ 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ മരണമടഞ്ഞത്. പഴശ്ശി കലാപകാലത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും അതുപോലെ തന്നെ ഏറ്റവും വലുതുമായ കറുവാത്തോട്ടമാണ് അഞ്ചരക്കണ്ടി എന്ന് പറയുന്നത്. അതുപോലെ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചത് എവിടെയാണ്? രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? കേരളത്തിൽ തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് സിനിമ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരൻ. അതുപോലെ പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായരായിരുന്നു. MT വാസുദേവൻ നായരായിരുന്നു പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം തയ്യാറാക്കി ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. അതുപോലെ വീരകേരളം മഹാകാവ്യം എന്നൊരു കൃതി രചിച്ചത് ആരാണ്? കൈതക്കൽ ജാതവേദനാണ് വീരകേരളം മഹാകാവ്യം. കൈതക്കൽ ജാതവേദൻ എന്ന് പറഞ്ഞ ഒരു കവിയാണ് ഈ ഒരു വീരകേരളം മഹാകാവ്യം എന്ന് പറഞ്ഞ ഒരു കൃതി രചിച്ചത്. കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ നിർമ്മിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം. അടുത്തത് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ KKN കുറുപ്പ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി. അടുത്തത് തോമസ് ഹാർവി ബേബർ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മലബാറിലെ സബ് കളക്ടർ ആയിരുന്നത്. അപ്പോൾ 1805 ഡിസംബർ 31-ന് മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക് അയച്ച കത്തിലൂടെ പഴശ്ശിരാജയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ സ്വാഭാവിക മുഖ്യന്മാരിൽ ഒരുവനും അക്കാരണത്താൽ പരാജിതനായ വെറുമൊരു ശത്രു എന്നതിലുപരി പരിഗണിക്കപ്പെടേണ്ടവനുമാകുന്നു. എല്ലാ വർഗക്കാരിലും പഴശ്ശിരാജയോട് നിശ്ചിതമായി താല്പര്യം ഉണ്ടായിരുന്നു. തൻ്റെ മരണത്തിന് പോലും മായ്ക്കാനാകാത്ത വിധം ഇന്നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഭക്തിയുടെ സീമയിലെത്തിക്കുന്ന സ്നേഹാദരങ്ങൾ പുലർത്തിപ്പോന്നു എന്ന് പറയുന്ന ഈ ഒരു കത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം, പഴശ്ശിരാജയെക്കുറിച്ച് ഈ ഒരു കാര്യം അറിയിച്ചത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കർ. ഇദ്ദേഹം തന്നെയായിരുന്നു പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് പേര് വിളിച്ചത് അല്ലേ. അടുത്ത നോക്കാം. ബ്രിട്ടീഷുകാർക്ക് പിടി കൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പരാമർശിക്കുന്ന നോവലാണ് കേരളസിംഹം. കേരളസിംഹം എന്ന് സർദാർ KM പണിക്കരുടെ നോവലിലാണ് അദ്ദേഹം പറയുന്നത് ആ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന പരാമർശം നടത്തിയത്.
അവർ പരാമർശം നടത്തിയത് ഏത് ഇതിലാണ്? നോവലിലാണ്, കേരളസിംഹം എന്ന നോവലിൽ. അടുത്ത നമുക്ക് പഴശ്ശി സ്മാരകം. പഴശ്ശി സ്മാരകം എവിടെയാണെന്ന് നോക്കാം. മാനന്തവാടിയിലാണ് കേട്ടോ. അടുത്തത് പഴശ്ശി മ്യൂസിയം. പഴശ്ശി മ്യൂസിയം കോഴിക്കോടായിരുന്നു പഴശ്ശി മ്യൂസിയം ഉള്ളത്. അതുപോലെ പഴശ്ശി ഗുഹ മലപ്പുറം. പഴശ്ശി ഗുഹ എന്ന് പറയുന്നത് മലപ്പുറം. പഴശ്ശി ഡാം കണ്ണൂർ. പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാട്. പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാട്. പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ. അപ്പോൾ പഴശ്ശി സ്മാരകം എന്ന് പറയുന്നത് മാനന്തവാടി, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി, പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ, കണ്ണൂർ. അപ്പോൾ ഇത്രയുമാണ് നമ്മളിന്ന് പഠിച്ചത്. ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി വിപ്ലവങ്ങൾ. അപ്പോൾ ഈ 3 കലാപങ്ങൾ നമ്മളിന്ന് നോക്കിയിട്ടുണ്ട്.